ഈ നോമ്പായി കഴിഞ്ഞാലുണ്ടല്ലോ ഈ മീനോടൊന്നും താല്പര്യമില്ലാത്ത എത്ര പേര് കാണും. ഇവിടെ അങ്ങനെ ഒരാളുണ്ടോ? എൻ്റെ ഇക്ക രാത്രി അത്താഴത്തിന് വെറും ചോറും രസവും മാത്രം കൂട്ടി കഴിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എൻ്റെ അറിവിൽ അത് എൻ്റെ ഇക്ക മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ഒരു മീൻ കറി പോലും കൂട്ടുന്ന ആളല്ല. പക്ഷേ ഇവിടെ കൊയ്ത്ത് ആർക്കാണ്? ദാ വന്ന് നിൽക്കുന്നത്. കൊഞ്ചിൻ്റെ മണം അടിച്ചില്ല, അപ്പോഴത്തേക്ക് ദുബായിൽ നിന്ന് വരുന്ന എന്നൊക്കെ പറന്ന് വന്നിരിക്കുകയാണ് കേട്ടോ. ആ മൊഞ്ച് നോക്കെ, ആ തട്ടൊക്കെ ഇട്ട് വന്ന് ഇങ്ങനെ നിൽക്കുക. മുന്നിലുള്ളതൊന്നും കാണാൻ പറ്റില്ല സാറേ എന്ന് പറയുന്ന കണക്കാണ് കേട്ടോ. കൊഞ്ചിൻ്റെ മണം അടിച്ചപ്പോൾ അങ്ങ് ദുബായിൽ നിന്ന് വരുന്ന കണക്ക് പറന്നിറങ്ങിയതാണ് കേട്ടോ അടുക്കളയിലോട്ട്. കാരണം ഇന്ന് എൻ്റെ മോൾ ഫുൾ നോമ്പ് പിടിച്ചിട്ടുണ്ടോ. മാഷാ അല്ലാ, അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ഇക്കാക്കും എനിക്കും എല്ലാവർക്കും. സാധാരണ ഒരു ഉച്ച വരെയൊക്കെ നിൽക്കത്തുള്ളായിരുന്നു കേട്ടോ, സ്കൂളില്ലാത്ത ദിവസം നോക്കി. ആകെ 8 വയസ്സല്ലേ ആയിട്ടുള്ളൂ. എന്നാലും അവളുടെ ആ ആവേശവും സന്തോഷം കാണുമ്പോൾ നമുക്ക് പിടിപ്പിക്കാൻ തോന്നും കേട്ടോ. പക്ഷെ അവൾ നിന്നിട്ടുണ്ടായിരുന്നു, ഇന്ന് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൊഞ്ചും കൂടെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ പറയുകയും വേണ്ടല്ലോ. ഞാനുണ്ടല്ലോ ഇവിടെ മീനെല്ലാം അരപ്പ് പുരട്ടി വെച്ചിരിക്കുകയാണ്. കാരണം ഇതുള്ളതല്ല ആർക്കാണ് ഈ നിൽക്കുന്ന കുട്ടിക്കുറുമ്പിനുള്ളത് തന്നെയാണ്. മറ്റേത് കണ്ണൻ കുഴിയാളയാണ് കേട്ടോ. അത് ഞാനിങ്ങനെ മാംസം മാത്രം ചെത്തിയെടുത്ത് അതും അരപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ മുള്ളെല്ലാം കൂടിയിട്ട് നമ്മൾ ചെറിയൊരു മീൻകറി വെക്കും. കാരണം എനിക്ക് ഇവിടുത്തെ ഉമ്മാക്ക് കുറച്ച് മീൻകറി വേണം. 2 ദിവസമായിട്ട് കേട്ടോ നമ്മൾ ആ മീൻകറി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾക്കും ഇക്കാക്കും വേണ്ടി ഞാൻ കൊഞ്ച് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ.